कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमन् समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत രാക്ഷസാന്തകം. ഈശ്വര. അപ്പം നമ്മൾ 12 അല്ലേ, രണ്ടാം സർഗത്തിൽ അയോധ്യകാണ്ഡത്തിൽ രണ്ടാം സർഗത്തിൽ 12ാം ശ്ലോകമാണ് നമ്മൾ ചെയ്ത് ആ രാമാഭിഷേക ആരംഭം അല്ലേ. അത് ആ ഒരു ഭാഗം ഞാൻ ഇവിടെ എഴുത്തച്ഛൻ്റെയും കൂടി വായിക്കാം. എന്താ അറിയോ, പിന്നെ ആ വസിഷ്ഠനോട് പറയണതേ, അതായത് ഭരതൻ വരാൻ ഞാൻ കാക്കണില്ല എന്ന് പ്രത്യേകം പറയണത് കേട്ടോ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങിനെയെങ്കിലും ഉൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഞാൻ തീർച്ചയാക്കി തന്നെ പറയുന്നുള്ളൂ. അതായത് വസിഷ്ഠനോട് അങ്ങനെ ആയാലോ ചോദിക്കില്ല. ഇപ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടിലയോ. വന്നീല മാതുലനെ കൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ. അവർ വരാൻ ഞാൻ വെയിറ്റ് ചെയ്യില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് പിന്നെ എല്ലാം ഒരുക്കാനൊക്കെ പറഞ്ഞു. അതാണല്ലോ നമ്മൾ നിർത്തിയത് അല്ലേ. അതായത് ദാസികളും പിന്നെ എല്ലാവരും നമ്മൾ പറഞ്ഞില്ലേ, മാലകളും ദിവ്യങ്ങളായ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ വേണം. മുനിമാരെ ദർഭ കൈ പിടിച്ച് നിൽക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 13 ചെയ്യാം. നർത്തക്യോ വാരമുഖ്യാശ്ച ഗായകാ വേണുകാസ്തഥാ നാനാവാദിത്ര കുശല വാദയന്തു നൃപാംഗണേ. വാരമുഖ്യാഹ നർത്തക്യാഹ, അതായത് നല്ല ഭംഗിയുള്ള നർത്തകിമാർ, ഗായക പാട്ടുകാർ, വേണുക ഈ ഓടക്കുഴൽ വിളിക്കുന്നവർ, തഥാ നാനാവാദിത്ര കുശലാഹ പലവിധ വാദ്യങ്ങളിൽ നല്ല പിന്നെ കഴിവുള്ളവർ. നൃപാംഗണി വാദയന്തു, രാജമന്ദിരത്തിലെ വാദ്യങ്ങളെ ഘോഷിക്കട്ടെ. എന്താ പറഞ്ഞ വെച്ചാൽ വാരമുഖ്യകൾ എന്ന് പറയപ്പെടുന്ന ദാസികളും പിന്നെ അതായത് സാധാരണ ഈ ഡാൻസേഴ്സ് ഈ കൊട്ടാരം നർത്തകിമാരെന്നേ ഉള്ളൂ ഇവിടെ അർത്ഥം. കൊട്ടാരം നർത്തകിമാരും പിന്നെ പാട്ട് പാടുന്നവരും പാട്ടുകാരും ഈ ഓടക്കുഴല വേണു വിളിക്കുന്നവരും നാനാവിധ വാദ്യഘോഷങ്ങളിലൊക്കെ നല്ലോണം പിന്നെ പാണ്ഡിത്യമുള്ളവരും ആയിട്ടുള്ള വാദ്യക്കാരും ഇവരൊക്കെ അവരവരുടെ വിദ്യകളെ നല്ലോണം പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അതിൽ പറഞ്ഞത്. ഇനി 13 വായിച്ച 14, 15, 16 ഒന്നിച്ചാണ്. നർത്തക്യോ വാരമുഖ്യാശ്ച ഗായകാ വേണുകാസ്തഥാ നാനാവാദിത്ര കുശല വാദയന്തു നൃപാംഗണേ. നൃപാംഗണേ രാജമന്ദിരത്തിൽ. ഇനി 14 ഹസ്ത്യശ്വരഥ പാദാത ബഹിസ്തിഷ്ഠന്തു സായുധ നഗരേ യാനി തിഷ്ഠന്തി ദേവതായതനാനി ച തേഷു പ്രവർത്തതാം പൂജാ നാനാബലിഭിരാവൃതാ രാജാന ശീഘ്രമായാന്തു നാനോപായനപാണയാ.
ഇത്യാദിശ്യ മുനി ശ്രീമാൻ സുമന്ത്രം നൃപമന്ത്രിണം സ്വയം ജഗാമ ഭവനം രാഘവസ്യാതിശോഭനം. ഹസ്തി ചന്ത ആന, അശ്വം ച കുതിര, രഥം ആന, കുതിര, തേര്, പാദാത ചന്ത പത്തികൾ, ബഹി പുറത്ത്, സായുധ തിഷ്ഠന്തു ആയുധം പിടിച്ചവരായിട്ട് നിൽക്കട്ടെ. അതായത് കാലാൾക്കാരൊക്കെ ആനയും കുതിരയും തേരും ഒക്കെ വേണം. പിന്നെ എന്താണ് ഈ കാലാളുകൾ പുറത്ത് ആയുധം പിടിച്ച് നിൽക്കണം. നഗരെ പട്ടണത്തിൽ യാനി ദേവതായതനാനി തിഷ്ഠന്തി. അതായത് പട്ടണത്തിൽ എവിടെയൊക്കെ അമ്പലങ്ങളുണ്ടോ തേഷു അവയിൽ നാനാബലിഭി ആവൃത പൂജ പ്രവർത്തതാം. പല പല നൈവേദ്യങ്ങളൊക്കെ അർപ്പിച്ചും കൊണ്ട് ഉള്ള പൂജ അവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ നടത്തട്ടെ. രാജാനഹ രാജാക്കന്മാർ നാനോപായന പാണയ ശീഘ്രമായന്തു. എല്ലാ കാഴ്ചദ്രവ്യങ്ങളും കൊണ്ടുവരട്ടെ രാജാക്കന്മാരൊക്കെ. അതായത് ദശരഥൻ്റെ കീഴിലുള്ള രാജാക്കന്മാരൊക്കെ പിന്നെ കാഴ്ചയും കൊണ്ടുവരട്ടെ. അങ്ങനെയാണല്ലോ വെച്ചാൽ ഒരു ഗിഫ്റ്റും കൊണ്ടുവരിക. അതന്നെ ഇപ്പം അവളന്നൊക്കെ കാഴ്ച എന്നാണ് പറയുക. ശ്രീമാൻ മുനിഹി, ശ്രീമാനായ മുനി നൃപമന്ത്രിണം സുമന്ത്രം, രാജമന്ത്രിയായ സുമന്ത്രരോട് ഇതി ആദിശ്യ. അതായത് വസിഷ്ഠൻ്റെ ആജ്ഞയാണ് അതൊക്കെ, ഈ പറയണതൊക്കെ കേട്ടത്. അപ്പം നമ്മൾ പറഞ്ഞതൊക്കെ വസിഷ്ഠൻ്റെ ആജ്ഞയാണ് സുമന്ത്രരോട്, മന്ത്രിയോടെ. സ്വയം താൻ തന്നെ രാഘവസ്യ അതിശോഭനം ഭവനം ജഗാമ. എന്നിട്ട് പിന്നെ സുമന്ത്രരെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് വസിഷ്ഠൻ ശ്രീരാമൻ്റെ അന്തഃപുരത്തിലേക്ക് അവനോൻ തന്നെ പോയി ശ്രീരാമനെ അറിയിക്കാനായിട്ടേ. നാളെ പിന്നെ എന്താ പറയുക അഭിഷേകമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എന്താണ് സുമന്ത്രരോട് പറഞ്ഞു ആനയും കുതിരയും കാലാളും രഥങ്ങളും ഒക്കെ ആയുധധാരികളായിട്ടുള്ള കാലാളുകളെയൊക്കെ അവിടെ നിരത്തി നിർത്തണം. പിന്നെയോ അമ്പലത്തിലത്തെ നഗരത്തിലത്തെ എല്ലാ മന്ദിരങ്ങളിലും അമ്പലങ്ങളിലും ധാരാളം നൈവേദ്യങ്ങളോട് പൂജ ഏൽപ്പിക്കണം. പിന്നെയോ ദശരഥൻ്റെ കീഴിലുള്ള രാജാക്കന്മാരെ വലിയ സാമ്രാജ്യമാണ്, അനവധി കുഞ്ഞു രാജ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മുഴുവൻ സാമ്രാജ്യാധിപതിയാണല്ലോ. അപ്പോൾ കുഞ്ഞു രാജ്യങ്ങളുടെയൊക്കെ രാജാക്കന്മാരൊക്കെ കാഴ്ചദ്രവ്യം കൊണ്ടുവരട്ടെ, അവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വസിഷ്ഠമുനി സുമന്ത്രരെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് അവനോൻ തന്നെ ശ്രീരാമനോട് വിവരം പറയാനായിട്ട് ശ്രീരാമൻ്റെ അന്തഃപുരത്തിലേക്ക് പോയി. ഹസ്ത്യശ്വരഥ പാദാത ബഹിസ്തിഷ്ഠന്തു സായുധ നഗരേ യാനി തിഷ്ഠന്തി ദേവതായതനാനി ച തേഷു പ്രവർത്തതാം പൂജ നാനാബലിഭിരാവൃത. രാജാന ശീഘ്രമായാന്തു, വേഗം വരണം എന്ന് കാഴ്ചയായിട്ട്. നാനോപായന പാണയ ഇത്യാദിശ്യ മുനി ശ്രീമാൻ സുമന്ത്രം നൃപമന്ത്രിണം. സുമന്ത്രനോട് ഇപ്രകാരം പറഞ്ഞിട്ട് സ്വയം ജഗാമ, അവനോൻ തന്നെ പോയി. എന്തിന്? എവിടേക്ക്? ഭവനം രാഘവസ്യാതിശോഭനം, ശ്രീരാമൻ്റെ അന്തഃപുരത്തിലേക്ക് രാജധാനിയിലേക്ക് പോയി. ഓക്കെ, ഇനി 17. രഥമാരുഹ്യ ഭഗവാൻ വസിഷ്ഠോ മുനിസത്തമ ത്രീണി കക്ഷ്യാണ്യതിക്രമ്യ രഥാൽ ക്ഷിതിമവാതരത്. മുനിസത്തമ ഭഗവാൻ വസിഷ്ഠ, അതായത് വസിഷ്ഠര് രഥം ആരുഹ്യ, രഥത്തിൽ കയറിയിട്ട് ത്രീണി കക്ഷാണി അതിക്രമ്യ, 3 റോസ് അല്ലെങ്കിൽ 3 റോഡ് ക്രോസ് ചെയ്തിട്ട് രഥാത് ക്ഷിതിം അവാതരത്, രഥത്തിൽ നിന്ന് ഇറങ്ങി. അതായത് വസിഷ്ഠൻ തേരിലിരുന്നും കൊണ്ട് ശ്രീരാമ രാജധാനിയുടെ 3 ഗോപുരങ്ങളെ, അതായത് കക്ഷികൾ, അതായത് ശ്രീരാമൻ്റെ രാജധാനിയിലേക്ക് 3 ഗോപുരം കടന്നിട്ട് വേണ്ടിയും പോവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എന്താണ് വസിഷ്ഠൻ തേരിൽ എത്ര ദൂരം നടക്കണ്ട വെച്ചിട്ടാണ് തേരിൽ കയറിയിട്ട് ശ്രീരാമൻ്റെ രാജധാനിയുടെ 3 ഗോപുരങ്ങളും കടന്ന് പിന്നെ രാജധാനിയുടെ മുമ്പിലെത്തിയപ്പോൾ തേരിൽ നിന്ന് ഇറങ്ങി. ഇനി 17 വായിച്ച്. രഥമാരുഹ്യ ഭഗവാൻ വസിഷ്ഠോ മുനിസത്തമ ത്രീണി, 3 കക്ഷ്യാണ്യതിക്രമ്യ, ഗോപുരങ്ങളെ കടന്നിട്ട്, മതിലുകൾ ഇങ്ങനെ ഓരോ മതിൽ കഴിഞ്ഞാലും ഇങ്ങനെ പ്രദക്ഷിണം പോലെ ഉണ്ട്.
റോഡൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കടന്ന് അവിടെ എത്തി ഇറങ്ങി. കക്ഷ്യാണ്യതിക്രമ്യ രഥാൻ ക്ഷിതിമവാതരത് ഇറങ്ങി എന്നർത്ഥം. ഇനി 18, 19, 20, 21 ഒന്നിച്ചാണ് കേട്ടോ. അന്തഃപ്രവിശ്യ ഭവനം സ്വാചാര്യത്വാദവാരിത ഗുരുമാഗതമാജ്ഞായ രാമസ്തൂർണം കൃതാഞ്ജലി പ്രത്യുദ്ഗമ്യ നമസ്കൃത്യ ദണ്ഡവദ്ഭക്തി സംയുത സ്വർണപാത്രേണ പാനീയമാനിനായാശു ജാനകി രത്നാസനെ സമാവേശ്യ പാദൗ പ്രക്ഷാള്യ ഭക്തിത തദപ ശിരസാ ധൃത്വാ സീതയാ സഹ രാഘവ ധന്യോസ്മീത്യബ്രവീദ്രാമസ്തവ പാദാംബുധാരണാത് ശ്രീരാമേണൈവ മുക്തസ്തു പ്രഹസൻ മുനിരബ്രവീദ് സ്വാചാര്യത്വാത് അവാരിത. അതായത് തൻ്റെ പിന്നെ കുലാചാര്യനായിട്ടുള്ള വസിഷ്ഠൻ പിന്നെ കാരണം അല്ല അവിടെ വന്നപ്പോൾ, അതായത് ആരും തടഞ്ഞു നിർത്തിയൊന്നുമില്ലല്ലോ, ആചാര്യൻ നേരെ കടന്നു വന്നു. വസിഷ്ഠനല്ലേ അന്തഭവനം പ്രവിശ്യ, വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ആഗതം ഗുരും ആജ്ഞായ, അങ്ങനെ വന്നിട്ടുള്ള ഗുരുവിനെ അറിഞ്ഞിട്ട്, അപ്പോൾ ഗുരു വന്നു എന്ന് മനസ്സിലായി എന്നർത്ഥം. ആരും തടഞ്ഞൊന്നുമില്ല. വസിഷ്ഠൻ നേരെ അകത്തേക്ക് പോയി. അപ്പോൾ വസിഷ്ഠൻ വന്നു എന്ന് അറിഞ്ഞിട്ട് തൂർണം കൃതാഞ്ജലി രാമ, വേഗം കൈ രണ്ടും കൂപ്പി തൊഴുതിട്ട് പ്രത്യുദ്ഗമ്യ, വേഗം എതിരേറ്റ് ചെന്നു സ്വീകരിച്ചു കൊണ്ടുവന്ന് ഭക്തി സംയുത ദണ്ഡവൽ നമസ്കൃത്യ, വളരെ ഭക്തിയോടെ ദണ്ഡ നമസ്കാരം ചെയ്തു. ആശു ജാനകി, ഉടനെ സീത സ്വർണപാത്രേണ പാനീയം ആനിനായ, സ്വർണപാത്രത്തിൽ കുടിക്കാൻ ജലം കൊണ്ടുവന്നു. രത്നാസനെ സമാവേശ്യ, എന്നിട്ട് വസിഷ്ഠനെ രത്നസിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ഭക്തിത പാദൗ പ്രക്ഷാള്യ, ഭക്തിയോടുകൂടി കാല് കഴുകിച്ച് പാദപ്രക്ഷാളനം ചെയ്ത് തദപ സീതയാ സഹ രാഘവ ശിരസാ ധൃത്വ, ആ വെള്ളം രാമനും സീതയും രണ്ടാളും ശിരസിൽ ധരിച്ചു. ആ കാല് കഴുകിയ വെള്ളം, തീർത്ഥം ശിരസിൽ ധരിച്ചിട്ട് തവ പാദാംബുധാരണ, അങ്ങയുടെ പാദജലം ശിരസിൽ ധരിച്ചതുകൊണ്ട് ധന്യാസ്മി ഇതി രാമാബ്രവീത്, അങ്ങയുടെ ഈ കാല് കഴുകി പാദപ്രക്ഷാളനം ചെയ്ത വെള്ളം എൻ്റെ തലയിൽ തളിച്ചിട്ട് ഞാൻ ധന്യനായി എന്ന് ശ്രീരാമൻ വസിഷ്ഠനോട് പറഞ്ഞു. ശ്രീരാമനാൽ ഏവം മുക്തം മുനി, ഇങ്ങനെ പറയപ്പെട്ട മുനി പ്രഹസൻ അബ്രവീത്, ചിരിച്ചും കൊണ്ട് മറുപടി പറഞ്ഞു ശ്രീരാമനോടാണ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ, അതോ അന്നത്തേക്ക് ആ ഒരു ആദരവേ, ശ്രീരാമൻ ഈ ചക്രവർത്തിയായിട്ടുള്ള ദശരഥൻ്റെ മൂത്ത മകനാണ്, രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോണ ആളാണ് അല്ലേ. ആ ആള് സ്വന്തം ഗുരുവിനെ കണ്ടപ്പോൾ കൈ കൂപ്പി ഓടി വന്ന് അങ്ങനെ തന്നെ ഭക്തിയോടുകൂടി നമസ്കരിച്ച് വേഗം സീതയും സ്വർണ്ണപാത്രത്തിൽ ജലമെടുത്ത് വന്ന് വസിഷ്ഠനെ ഒരു സ്വർണ്ണ ആസനത്തിൽ ഇരുത്തി അദ്ദേഹത്തിൻ്റെ കാല് രണ്ടാളും കൂടി കഴുകിച്ച്, ആ കാല് കഴുകിച്ച വെള്ളം അവർ തന്നെ, സീതയുടെയും ശ്രീരാമൻ അവനവൻ്റെ തലയിൽ തളിച്ചിട്ട് പറയാണ്, എന്താ അങ്ങ് ഇവിടെ വന്നിട്ട് അങ്ങയുടെ പാദപ്രക്ഷാളനം ചെയ്തിട്ടുള്ള വെള്ളം ഞങ്ങൾക്ക് തലയിൽ ധരിക്കാൻ സാധിച്ചത് കൊണ്ട് ഞങ്ങൾ വളരെ ധന്യരായി എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ട് വസിഷ്ഠൻ രാമനോട് പറഞ്ഞു എന്ന്. എന്തൊരു ആദരവാണല്ലേ. അതൊക്കെയാണ് നമ്മൾ കണ്ടു പഠിക്കാനുള്ളതാണ് പഴയത്. പക്ഷെ അതൊക്കെ ഇല്ലാതെ ആയിട്ടേ ഇപ്പോൾ വയസ്സായവരിപ്പോൾ ചെറുപ്പക്കാരെയാണ് പാദപ്രക്ഷാളനം ചെയ്യുകയും അങ്ങട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണത് തിരിച്ചായിപ്പോൾ. അപ്പോൾ യങ്ങായിട്ടുള്ള വസിഷ്ഠൻ എത്ര വലിയ ഗുരുവാണ് പോരാത്തേനി. അന്തഃപ്രവിശ്യ ഭവനം സ്വാചാര്യത്വാദവാരിത ഗുരുമാഗതമാജ്ഞായ രാമസ്തൂർണം കൃതാഞ്ജലി, വേഗം കയ്യുകുപ്പിയിട്ട് പ്രത്യുദ്ഗമ്യ നമസ്കൃത്യ, ആദരിച്ച് സൽക്കരിച്ചു കൊണ്ടുവന്നു, വെൽക്കം ചെയ്തിട്ടേ. ദണ്ഡവത് ഭക്തി സംയുത,
സ്വർണപാത്രേണ പാനീയമാനിനായാശു ജാനകി രത്നാസനെ സമാവേശ്യ പാദൗ പ്രക്ഷാള്യ ഭക്തിത തദപശിരസാ ധൃത്വാ സീതയാ സഹ രാഘവ ധന്യോസ്മീത്യബ്രവീദ്രാമസ്തവ പാദാംബുധാരണാത് ശ്രീരാമേണൈവ മുക്തസ്തു. അതായത് ഞങ്ങൾ ധന്യരായെന്ന് ശ്രീരാമൻ പറഞ്ഞപ്പോൾ പ്രഹസൻ മുനിരബ്രവീത്, ചിരിച്ചുകൊണ്ട് മുനി ശ്രീരാമനോട് പറഞ്ഞു. എന്ത്? ത്വത്പാദസലിലം ധൃത്വാ ധന്യോഭൂത് ഗിരിജാപതി ബ്രഹ്മാഭിമൽപിതാ ദേഹി പാദതീർത്ഥഹതാശുഭാം. എന്താ വസിഷ്ഠന് അതിലേറെ ബഹുമാനം. കാരണം ഭഗവാൻ തന്നെയല്ലേ, ഭഗവാൻ തന്നെ സത്വഗുണം സ്വീകരിച്ച് ഭൂഭാരം തീർക്കാൻ അവതരിച്ചതല്ലേ ശ്രീരാമൻ. അതൊക്കെ വസിഷ്ഠന് അറിയാലോ. ത്വത്പാദസലിലം ധൃത്വ, അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചിട്ടാണ് ഗിരിജാപതി ധന്യ അഭൂത്. അതായത് പാർവതി വല്ലഭൻ, ഗിരിജാവല്ലഭൻ ധന്യനായത് അങ്ങയുടെ കാല് കഴുകിയ വെള്ളം ധരിച്ചിട്ടാണ്. അതേപോലെ മൽപിത ബ്രഹ്മ അഭി, എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവും അങ്ങയുടെ പാദതീർത്ഥം തളിച്ചിട്ട് ധന്യനായി. അങ്ങയുടെ അതുകൊണ്ട് പാദതീർത്ഥം കൊണ്ടാണ് എല്ലാ അശുഭങ്ങളും നീങ്ങി കിട്ടി ബ്രഹ്മാവിൻ്റെയും. അതായത് എന്താ പറയുന്നത് വെച്ചാൽ, അങ്ങിപ്പോൾ എൻ്റെ പാദതീർത്ഥം, ഹേ ശ്രീരാമപ്രഭോ, അങ്ങ് എൻ്റെ കാല് പാദപ്രക്ഷാളനം ചെയ്തിട്ടുള്ള തീർത്ഥം ധരിച്ചിട്ട് ശ്രീരാമനും സീതയും നിങ്ങൾ രണ്ടാളും ധന്യരായി പറഞ്ഞില്ലേ. എനിക്കിന്നാ അങ്ങോട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചിട്ടാണ് ശിവൻ ധന്യനായത്. മാത്രമല്ല എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവും അങ്ങയുടെ പാദതീർത്ഥം ശിരസിൽ അണിഞ്ഞിട്ടാണ് ധന്യനായത്, എല്ലാ ശുഭവും അദ്ദേഹത്തിന് നീങ്ങിയത് എന്ന് പറഞ്ഞു. വെച്ചാൽ അത്ര ഇങ്ങടും ബഹുമാനം. ത്വത്പാദസലിലം ധൃത്വാ ധന്യോ ഭൂദ്ഗിരിജാപതി ബ്രഹ്മാഭിമത്പിതാ തേഹി പാദതീർത്ഥഹതാശുഭഃ ഇദാനീം ഭാഷസേ യത് ത്വം ലോകാനാമുപദേശകൃത് ജാനാമി ത്വം പരാത്മാനം ലക്ഷ്മ്യാ സംജാതമീശ്വരം. ഇദാനീം ത്വം യത് ഭാഷസേ, ഇപ്പോൾ അങ്ങ് എന്താണ് പറഞ്ഞ് ലോകാന ഉപദേശകൃത്, ജനങ്ങൾക്ക് ഉപദേശിക്കുന്നവനായിട്ടാകുന്നു. അതായത് ആളുകൾക്ക് അങ്ങ് ഈശ്വരൻ തന്നെയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണത് ആളുകൾക്ക് ജനങ്ങൾക്കൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. ലക്ഷ്മിയ സംജാതം പരാത്മാനം ഈശ്വരം ത്വാം ജാനാമി, ലക്ഷ്മിയോടുകൂടി അവതരിച്ചിരിക്കുന്ന അങ്ങ് ഈശ്വരനാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയണം വസിഷ്ഠൻ. അങ്ങിപ്പോൾ എൻ്റെ പാദപ്രക്ഷാളനം ചെയ്ത് അത് തലയിൽ ധരിച്ചതും ഞാൻ ധന്യനായിന്ന് പറഞ്ഞതും ഒക്കെ ജനങ്ങളും ഇതുപോലെ ഗുരുക്കന്മാരെയും വയസ്സേറിയവരെയും ആദരിക്കണം എന്ന് ഒരു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സെറ്റിങ് ആൻ എക്സാമ്പിൾ, അത്രയേ ഉള്ളൂ. ഒരു മാതൃക ആവാൻ വേണ്ടി അങ്ങ് ചെയ്തതാണെന്ന് എനിക്കറിയാം. കാരണം അങ്ങ് മഹാലക്ഷ്മിയോടുകൂടി മായയോടുകൂടി ഇവിടെ ജനിച്ച പരമാത്മാവ് തന്നെ, ആ പരബ്രഹ്മം തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു വസിഷ്ഠൻ. ഇതാനും, അതായത് ശ്രീരാമൻ മനുഷ്യനായി ജനിച്ചിട്ട് ഒരു ഉത്തമ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മര്യാദ പുരുഷോത്തമൻ എങ്ങനെ പെരുമാറുമെന്ന് കാണിക്കാനാണ് ഈ കാണിച്ചത്. ഇതാനും ഭാഷസേയത്വം ലോകാനാം ഉപദേശകൃത്, ലോകത്തിനെ ഉപദേശിക്കാനാണെന്ന്. ജാനാമി, എനിക്കറിയാം, ത്വാം പരാത്മാനം ലക്ഷ്മ്യാ സംജാത ഈശ്വരം. ഇനി 24 ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം ഭക്താനാം ഭക്തിസിദ്ധയേ രാവണസ്യ വധാർത്ഥായ ജാതം ജാനാമി രാഘവ. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം, അതായത് ദേവന്മാരുടെ ആഗ്രഹമാകുന്ന രാവണവധം സാധിക്കാനും ഭക്താനാം ഭക്തിസിദ്ധയെ, ഭക്തന്മാർക്ക് ഭക്തി നൽകാനും രാവണസ്യ വധാർത്ഥായ, അതായത് രാവണനെ വധിക്കുക മാത്രമല്ല ഭൂഭാരം കുറയ്ക്കലും ഉണ്ടല്ലോ, വധമാകുന്ന കാര്യത്തിനായിക്കൊണ്ടും ജാതം ജനിച്ചവനെന്ന് രാഘവ ജാനാമി ഞാൻ അറിയുന്നു. രാവണനെ വധിക്കുക എന്ന ദേവന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കാനും ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടാവാനും വേണ്ടിയിട്ട് അങ്ങ് അവതരിച്ചതാണെന്ന് ഞാൻ അറിയുന്നുണ്ടെന്ന് പറയാണ്. ഭക്തസിദ്ധയെ എന്താ വെച്ചാൽ ഭഗവാന്റെ ഒരു
പിന്നെ എന്താണ് അവതാരമാണല്ലോ. ഈ അപ്പം രാമൻ്റെ ഈ രാമസ്വരൂപം എടുത്തിട്ടുള്ള ഭഗവാനിൽ ആ ഭക്തി തന്നെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കും. അപ്പം ഭഗവാൻ ഭക്തന്മാർക്ക് ഭക്തി നൽകാനും കൂടിയാണ്. രാവണവധം കൊണ്ട് പിന്നെ ഭൂഭാരം കുറയ്ക്കണം എന്നുണ്ട്, അതിൻ്റെ കൂടെ ഭക്തന്മാർക്ക് ഭക്തി നൽകാനും കൂടിയാണ് അവതരിച്ചതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ അറിയുന്നു. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം ഭക്താനാം ഭക്തിസിദ്ധയേ രാവണസ്യ വധാർത്ഥായ ജാതം ജാനാമി രാഘവ തഥാപി ദേവകാര്യാർത്ഥം ഗുഹ്യം നോദ്ഘാടയാമ്യഹം യഥാ ത്വം മായയാ സർവം കരോഷി രഘുനന്ദന. തഥാപി എങ്കിലും ഗുഹ്യം ദേവകാര്യാർത്ഥം വളരെ രഹസ്യമായിരിക്കുന്ന ഈ ദേവകാര്യത്തെ അഹം ന ഉദ്ഘാടയാമി ഞാൻ തുറന്നു കാണിക്കണില്ല. രഘുനന്ദനാഹേ രാഘവ ത്വം അങ്ങെന്ന് മായയാ സർവം യഥാ കരോഷി എല്ലാം മായ കൊണ്ട് ആണ് ചെയ്യണത്, അല്ലാതെ ഭഗവാൻ ഒന്നും ചെയ്യില്ല, മായ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതായത് പിന്നെ എന്നാൽ അപ്പം എന്തിനാണ് അതൊക്കെ അറിയാമെന്ന് വെച്ചാൽ പിന്നെ എന്തിനാണ് അഭിഷേകത്തിനൊക്കെ ഇപ്പോൾ പുറപ്പെടണത്? അതായത് ദശരഥന് അഭിഷേകം ചെയ്യാൻ പറഞ്ഞു, അത് ശ്രീരാമനെ അഭിഷേകം ചെയ്യിക്കാനൊക്കെ എന്തിനാ പുറപ്പെടണതൊക്കെ അറിയാൻ വെച്ചാൽ എന്ന് ചോദിച്ചാൽ അങ്ങയുടെ പരമാർത്ഥം എനിക്കറിയാം വെച്ചാലും അത് രഹസ്യമായതുകൊണ്ട് ഞാനിപ്പോൾ ഉറക്ക പറയണില്ല, അതനുസരിച്ച് പെരുമാറാണ് ഞാനും. ഹേ രാമ, കാരണം അങ്ങന്ന് മായയെ ആശ്രയിച്ചിട്ട് ആണല്ലോ സകലതും നടത്താതെ. അപ്പം ഇതൊക്കെ ഞാൻ അറിയാൻ വെച്ചാൽ ഞാൻ ഇപ്പോൾ ദശരഥൻ പറഞ്ഞത് കേൾക്കുകയാണ്, അങ്ങോട്ട് വന്ന് പറയുക, അങ്ങ് ഇതിനൊരുങ്ങുക, അപ്പോൾ കൈകൈ മുടക്കുക, കാട്ടുപോവുക ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കിതൊക്കെ അറിയാം വെച്ചാലും ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ, ഭൂതവും ഭാവിയൊക്കെ അറിയാലോ വസിഷ്ഠനൊക്കെ. അപ്പോൾ പിന്നെ അതറിയാം വെച്ചാലും ഞാൻ ദേവകാര്യം ഗുഹ്യമായതുകൊണ്ട് രഹസ്യമായതുകൊണ്ട് ഞാനത് പുറക്കെ പറയണില്ല. അങ്ങ് മായ ഉപയോഗിച്ചിട്ട് ആണല്ലോ എല്ലാ ലീലകളും ചെയ്യണമെന്ന്. തഥാപി ദേവകാര്യാർത്ഥം ഗുഹ്യം നോദ്ഘാടയാമ്യഹം യഥാ ത്വം മായയാ സർവം കരോഷി രഘുനന്ദന. ഒന്നും കൂടി ചെയ്താൽ നിർത്താം. തഥൈവാനുവിധാസ്യേഹം ശിഷ്യസ്ത്വം ഗുരുരപ്യഹം ഗുരുർഗുരൂണാം ത്വം ദേവ പിതॄണാം ത്വം പിതാമഹ. തഥാ ഏവ അതുപോലെ തന്നെ ത്വം ശിഷ്യ അങ്ങ് ശിഷ്യൻ, പരബ്രഹ്മം തന്നെയല്ലേ ഭഗവാൻ തന്നെ. അഹം ഗുരു അഭി ഞാൻ ഗുരു അങ്ങ് ശിഷ്യൻ എന്നുള്ള അനുവിധാൻസ്യെ അങ്ങനെയുള്ള ഒരു നിലയ്ക്കുള്ള ബന്ധവും ദേവഹത്വം ഗുരുണാം ഗുരുഹു അങ്ങ് ശരിക്കും ഗുരു, എല്ലാവരുടെയും ഗുരുക്കന്മാരുടെയും ഗുരുവായിട്ടുള്ള അങ്ങ് എൻ്റെ ശിഷ്യനാണ്, ഞാൻ ഗുരുവാണ് എന്നൊക്കെ അഭിനയിക്കണത്. പിതൃണാം പിതാമഹ പിതൃക്കളുടെ പിതാമഹൻ, അതായത് അങ്ങ് ശിഷ്യൻ ഞാൻ ഗുരു എന്ന ഭാവത്തെയൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവ അങ്ങ് എല്ലാ ഗുരുക്കളുടെയും ബ്രഹ്മാദികളുടെയും ഗുരുവാണ്. മാത്രമല്ല ലോകപിതാക്കന്മാരായ കശ്യപാദി പ്രജാപതികളുടെയും പിതാമഹനാണ് അങ്ങ്. അങ്ങാണ് എല്ലാവരുടെയും ഗുരു, എല്ലാവരുടെയും അച്ഛനും അല്ലേ. അങ്ങ് തന്നെയാണ് എല്ലാവരുടെയും ഈ ലോകത്തിൻ്റെ തന്നെ അച്ഛൻ. അപ്പോൾ ലോകത്തിലത്തെ എല്ലാവരുടെയും അച്ഛൻ. അതാണ് പറയണത്, ഞാൻ ശിഷ്യനും ഞാൻ ഗുരു അങ്ങ് ശിഷ്യൻ എന്നൊക്കെ ഒരു ഭാവം സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശരിക്കും അങ്ങ് എല്ലാ ഗുരുക്കളുടെയും ഗുരുവാണ്. അത് മാത്രമല്ല ബ്രഹ്മാദികളുടെയും ഗുരുവാണ് എന്ന് മാത്രമല്ല ഈ ലോകത്തിൻ്റെ പിതാക്കന്മാരായിട്ടുള്ള മനുക്കളും ഈ കശ്യപാദി പ്രജാപതികളാണല്ലോ എല്ലാവരും സൃഷ്ടിക്കണേ, പ്രജാപതികളുടെയും പിതാമഹനാണ് അങ്ങ്. എന്താ കാരണം വെച്ചാൽ പ്രജാപതികളുടെ അച്ഛൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെയും സൃഷ്ടികർത്താവാണല്ലോ ഭഗവാൻ. അപ്പോൾ പ്രജാപതികളുടെ പോലും പിതാമഹൻ മുത്തശ്ശനാണ് അങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങ് ആദിയിലുള്ള ആ ആദി നാരായണമൂർത്തി തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഗുരുവാണ് അങ്ങ് ശിഷ്യനാന്നൊക്കെ നമ്മൾ കാണിക്കണു, മായയിലത്തെ കളി എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിവിടെ നിർത്താം. 26 ഒന്നും കൂടി വായിച്ചിട്ട് ഇതൊക്കെ പിന്നെ എന്താണ് വസിഷ്ഠൻ്റെ വാക്കുകൾ ശ്രീരാമനോട്. തഥൈവാനുവിധാസ്യേഹം ശിഷ്യസ്ത്വം ഗുരുരപ്യഹം
ഗുരുർഗുരൂണാം ത്വം ദേവ പിതൃണാം ത്വം പിതാമഹ. പിതൃക്കളുടെയും കൂടി പിതാമഹനാണ്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അച്ഛനാണെന്നർത്ഥം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.